ഹലോ ഡിയേഴ്സ്, ലൈംഗികത ഭയങ്കര മനോഹരമാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഐസ് ക്യൂബ് കൊണ്ട് ലൈംഗികതയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഐസ് ക്യൂബ് കൊണ്ട് ഇല്ലേ? ഉണ്ടെങ്കിൽ അത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. ഒരുപാട് നല്ല സുഖം ലഭിക്കുവാനും നല്ല രീതിയിൽ നിങ്ങൾക്ക് ലൈംഗികത എൻജോയ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അതിനു മുന്നേ സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ലൈംഗികതയൊക്കെ വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ സഹായിക്കുന്ന, വളരെ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഇല്ലാണ്ടാക്കി ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ലൈംഗികത ആസ്വദിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അത് മാത്രമല്ല കേട്ടോ, ഹെൽത്തിന് ഭയങ്കരധികം ബെനിഫിറ്റ്സ് നൽകുന്ന നേച്ചർ മാനിയുടെ പ്യുവർ ഹിമാലയൻ റിസൈൻ ശീലജിത്തിനെ പറ്റിയിട്ട് പറയാം. ഈ പ്രൊഡക്റ്റ് ഒന്നും വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ്. നിനക്കറിയില്ലേ എന്താണ് ശീലാജിത്ത് എന്ന് പറയുന്നത്? ഹിമാലയൻ റോക്കിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന ലാവ പോലത്തെ ഉള്ളൊരു സാധനമല്ലേ. ഇതിൽ ഒരുപാട് പൊട്ടാസ്യം, അയേൺ, ഫ്ലൂവിക് ആസിഡ്, മഗ്നീഷ്യം ഇവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഹാർട്ട് ഹെൽത്തിന് സഹായിക്കും, നിങ്ങളുടെ വൈറ്റാലിറ്റി എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഫ്ലൂവിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈ ആൻറ്റി ഓക്സിഡൻറ്റ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് നിങ്ങളെ യങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി സഹായിക്കും. വളരെ യൂത്ത്ഫുൾ ആയിട്ട് നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ഒക്കെ ആക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് പുരുഷ ഹോർമോണൊക്കെ നന്നായിട്ട് രണ്ടുപേരിൽ നിങ്ങളുടെ ശരീരത്തിൽ പുരുഷ ഹോർമോണൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈംഗികത ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ടും, നിങ്ങളുടെ ശുക്ലത്തിൻ്റെയും ബീജത്തിൻ്റെയൊക്കെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. സ്വകാര്യ ഭാഗത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ നന്നായിട്ട് കൂട്ടുകയും, രണ്ടുപേർക്കും ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ യോനി നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് ആക്കിയിരിക്കാനും, അതുപോലെ തന്നെ പുരുഷനാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഉദാഹരണമൊക്കെ സംഭവിക്കാനൊക്കെ ഇതുകൊണ്ട് സഹായിക്കുന്നുണ്ട്. അതൊരു ഗ്ലാസ് എടുത്തിട്ട് ഒരു 300 തൊട്ട് 500 മില്ലിഗ്രാം വരെ, ഒരു പയർ എത്രയായിരിക്കുന്നത് അത്ര ഒരു കുഞ്ഞു ക്വാളിറ്റിയിൽ എടുത്തിട്ട് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കുടിക്കുന്ന ഇപ്പോൾ ജ്യൂസോ എന്തെങ്കിലും തരത്തിലുള്ളതാണ് അതിലിങ്ങനെ അലിയിപ്പിച്ച് ചേർത്തിട്ട് കലക്കിയിട്ട് നിങ്ങൾക്ക് കുടിച്ചാൽ മതിയാവും. ഒരു ദിവസം ഒരു നേരം അല്ലെങ്കിൽ 2 നേരം ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ രണ്ടുപേരുടെ ഇപ്പോൾ പങ്കാളികൾക്ക് രണ്ടുപേർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കമൻ്റായിട്ട് ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, കയറി പർച്ചേസ് ചെയ്തോളൂ. അപ്പോൾ ഐസ് ക്യൂബ് എടുത്തിട്ട് നിങ്ങൾ അത് ലൈംഗികതയിൽ ഉപയോഗിക്കുമ്പോൾ അവരെ സെൻസസൊക്കെ ഹൈറ്റനിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊരു ഫീല്. അതുപോലെ നിങ്ങളുടെ സ്കിന്നിലെ തെർമോ റിസപ്റ്റേഴ്സ് ആക്റ്റീവ് ആകുകയും നിങ്ങൾക്ക് വേറൊരു തരത്തിലുള്ള ഒരു ഭയങ്കര പ്ലഷറായിട്ടുള്ള ഒരു ഫീല് കിട്ടുകയാണ് ചെയ്യുന്നത്. ഒരു ഐസ് ക്യൂബിന് പകരം ഐസ്ക്രീമുകളോ അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളൊക്കെ ഫ്രീസാക്കിയിട്ട് യൂസ് ചെയ്യുകയോ, അതും അല്ലെങ്കിൽ നല്ല തണുത്തൊരു ബാത്ത് എടുക്കുകയോ, ഇങ്ങനെ പലതരത്തിൽ ഇപ്പോൾ ഇഷ്ടമുള്ള വെള്ളം ഉപയോഗിക്കുകയോ, അങ്ങനെ ഡ്രിങ്കൊക്കെ ഉപയോഗിക്കുകയോ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഐസ്ക്രീം പോലുള്ള മധുരമുള്ളതൊക്കെ നിങ്ങൾ സ്വകാര്യ ഭാഗത്ത് ഉപയോഗിക്കാതിരിക്കുമായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അവർക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ യോനിയിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ pH ബാലൻസ് തെറ്റുകയും ചെയ്യും. നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ഐസ് ക്യൂബ് വളരെ ചെറുതും ഷാർപ്പൊന്നും അല്ലാതെ എടുക്കുക. അതുപോലെ തന്നെ വായിൽ വലിയതൊന്നും എടുക്കാതിരിക്കുക. അപ്പം വായിലൊക്കെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് മുലക്കണ്ണിലോ അല്ലെങ്കിൽ ലിംഗത്തിലോ യോനിയിലോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ അങ്ങനെ യൂസ് ചെയ്ത നാവും ചുണ്ടും ഉപയോഗിച്ച് അപ്പം നല്ല കൂളായിരിക്കും അല്ലേ. അതുകൊണ്ട് ലിംഗത്തിലോ അല്ലെങ്കിൽ യോനിയിലോ ഒക്കെ വായു കൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വളരെ നല്ലൊരു പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ രണ്ടുപേർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ഈ എക്സ്പെരിമെൻറ്റും കൂടി ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.